അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ആക്രമണമാണ് ഇറാൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെയും ഇസ്രയേലിന്റെയും അഹങ്കാരത്തിന് മേൽ വീണ കനത്ത പ്രഹരമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ആക്രമണമായിരുന്നു ഇറാൻ സേന നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്കും ഇറാൻ സേന മിസൈൽ ആക്രമണം നടത്തിയതായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രയേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയുടെ അവസാനം തങ്ങളുടെ കൈകൊണ്ടാകുമെന്നാണ് ഇറാൻ സേന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ സേനയായ IRGCയുടെ പബ്ലിക് റിലേഷൻസ് പ്രഖ്യാപിച്ച 10ാം തരംഗത്തിൽ ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ച് തികച്ചും അപ്രതീക്ഷിതവുമായ ആക്രമണമാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടത്തിയിരിക്കുന്നതെന്നാണ് ഇറാന്റെ ന്യൂസ് ഏജൻസി അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇസ്രയേൽ വ്യോമസേനയുടെ കമാൻഡറുടെ ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് നേരെയും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആ ചതിപ്രയോഗം ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ തളർത്താനായിരുന്നില്ല, മറിച്ച് വൻ ശക്തികളുടെ അന്ത്യം കുറിക്കാനുള്ള അഗ്നി പടർത്താനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം അധിനിവേശ ശക്തികളെ വേരോടെ പിഴുതെറിയാനുള്ള ഇറാന്റെ ധീരമായ പോരാട്ടത്തിന്റെ തുടക്കമായാണ് മാറിയിരിക്കുന്നത്. ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശക്തി തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലെ ആധുനിക യുദ്ധവിമാനങ്ങളുടെ വലിയ ശൃംഖലയില്ലാത്ത സാഹചര്യത്തിൽ പോലും തങ്ങളുടെ പരിമിതികളെ തന്നെ തന്ത്രപരമായ ശക്തിയായി മാറ്റിയതാണ് ഇറാന്റെ സൈനിക ചിന്താഗതിയുടെ പ്രത്യേകത. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ എന്നിവ ചേർന്ന ഒരു ബഹുസ്തര പ്രതിരോധ ശൃംഖലയാണ് ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചത്. 2000 കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ശേഷി സാങ്കേതിക മേൽക്കോയ്മയ്ക്കുള്ള രാജ്യങ്ങൾക്ക് പോലും സുരക്ഷാ കണക്കുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടെ ആഭ്യന്തര കലാപമുണ്ടാക്കി അട്ടിമറി നടത്താനും അമേരിക്കയ്ക്ക് കഴിയുകയില്ല. കരസേനയെ അയച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ അമേരിക്കൻ സൈന്യത്തെ കാത്തിരിക്കുന്നത് വിയറ്റ്നാമിന്റെ അനുഭവമായിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.